BJP മുന്നണി മര്യാദ പാലിക്കാത്തതിനാല് 20 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുമെന്നാണല്ലോ BDJS പറയുന്നത്. NDAയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. NDA മുന്നണിയിൽ നിന്നും എന്ന് BDJS പുറത്തു പോകുന്നു, ആ നിമിഷം കേന്ദ്ര ഏജൻസികൾ വെള്ളാപ്പള്ളിമാരെ പൊക്കിയിരിക്കും. കേന്ദ്ര ഏജൻസികളിൽ നിന്നും സംസ്ഥാന ഏജൻസികളിൽ നിന്നും ഭയക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വെള്ളാപ്പള്ളിമാർക്കുണ്ട്. ഇതിനെ തടയിടാനാണ് അച്ഛൻ ചുവപ്പ് പാളയത്തിലും മകൻ കാവിപ്പാളയത്തിലും ചേക്കേറിയിരിക്കുന്നത്. ഇത് ഈ നാട്ടിലെ ബോധമുള്ള എല്ലാവർക്കും കൃത്യമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. BDJS പിന്തുണച്ചാലും ഇല്ലെങ്കിലും BJPയുടെ വോട്ട് ബാങ്കിനെ അത് ബാധിക്കാൻ പോകുന്നില്ല. അതിന് പ്രധാന കാരണം ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവ സമൂഹം BDJSൽ വിശ്വസിക്കുന്നില്ല എന്നത് തന്നെയാണ്. ഈ വെള്ളാപ്പള്ളിമാരെ വിശ്വസിക്കാത്തവർ എങ്ങനെയാണ് വെള്ളാപ്പള്ളിമാരുടെ പാർട്ടിയെ വിശ്വസിക്കുക എന്നത് വലിയ ചോദ്യം തന്നെയാണ്. BDJS ഒറ്റയ്ക്ക് മത്സരിച്ചാൽ വെള്ളാപ്പള്ളിമാരുടെ വീട് നിൽക്കുന്ന വാർഡിൽ പോലും ജയിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിച്ചില്ലെങ്കിൽ എന്ത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. BDJS എന്ന വെള്ളാപ്പള്ളിയുടെ സൃഷ്ടി മുന്നണിയിൽ ഇല്ലാത്തത് തന്നെയാണ് BJPക്ക് നല്ലത്. അതുപോലെ തന്നെ ഈ പാർട്ടിയെ ഇടതുപക്ഷത്ത് എടുക്കാതിരിക്കുന്നതാണ് CPMന് നല്ലത്. SNDP യോഗം എന്ന മഹാപ്രസ്ഥാനത്തെ കുടുംബ പ്രസ്ഥാനാക്കിയിട്ട് എന്ന് വെള്ളാപ്പള്ളി കുടുംബം മാറ്റിയോ അന്നു മുതൽ ഈ നാട്ടിലെ ഈഴവന്മാർക്കിടയിൽ പൊതുവികാരം അവർക്കെതിരെ തന്നെയാണ്. കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഭരിക്കുന്ന സർക്കാരുകളെ ഒപ്പം നിർത്താനും ഉപദ്രവം ഇല്ലാതിരിക്കാനും തന്ത്രപരമായ നിലപാടാണ് വെള്ളാപ്പള്ളി സ്വീകരിച്ചു വരുന്നത്. അച്ഛൻ പുറത്ത് മകൻ അകത്ത് എന്ന വെള്ളാപ്പള്ളിമാരുടെ ഈ അവസരവാദ നിലപാടിന് ഇനിയെങ്കിലും ഒരു അവസാനം കാണേണ്ടതുണ്ട്. അതിനുള്ള ഒന്നാന്തര അവസരമായിട്ടാണ് ഇപ്പോഴത്തെ BDJSന്റെ നീക്കങ്ങളെ BJPയും നോക്കി കാണേണ്ടത്. അടുത്തിടെയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിക്കുന്നത് ഒരു ശീലമാക്കിയ വെള്ളാപ്പള്ളിക്ക് BDJSനെ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്ത് എത്തിക്കണമെന്ന ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പിന്തുണയ്ക്കുക, അതേസമയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് മകനെ മത്സരിപ്പിച്ച് മന്ത്രിയാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പെന്നാണ് പറയപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് പിണറായി ഭക്തി വെള്ളാപ്പള്ളി പ്രകടിപ്പിക്കുന്നതെന്ന സംശയം പൊതുസമൂഹത്തിലും ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്.